students, welcome back to Bosco Campus Vision. This is the 8th lecture on Business Regulatory Framework. I am Reshmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In the last class, we discussed about what is agreement to sell and what is sale. In today's session, we are going to discuss differences between sale and agreement to sell. Sale means the transfer of property in the goods is transferred from the seller to the buyer. It is called a sale. When it comes to the agreement to sell, the transfer of legal ownership of goods is to take place at a future date. It's called a agreement to sell. Now we can discuss the differences between this sale and the agreement. Sale is the ownership of the goods is transferred from the seller to the buyer immediately after the contract. When the contract formed, immediately the ownership of the goods is transferred from the seller to the buyer. Then in the agreement, the ownership is to be transferred only at some future time or after the fulfillment of certain conditions. സെയിൽ എന്ന് പറയുമ്പോൾ തന്നെയും ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയം തന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുകയാണ് സെല്ലറുടെ അടുത്ത് നിന്നും ബയറുടെ അടുത്തേക്ക്. അതേസമയം എഗ്രിമെൻറ്റിലാണെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫേർഡ് ഓൺലി അറ്റ് സം ഫ്യൂച്ചർ ടൈം, ഭാവിയിൽ എപ്പോഴെങ്കിലും അതുപോലെ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുള്ളൂ. അത് എഗ്രിമെൻറ്റിലോ. സെയിലും എഗ്രിമെൻ്റ് ടു സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ സെയിലെന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന അതേ സമയം തന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറുടെ അടുത്ത് നിന്നും ബയറുടെ അടുത്തേക്ക് പാസ് ചെയ്യുന്നു. അതാണ് സെയിൽ. അതേസമയം എഗ്രിമെൻറ്റിൽ ഒരു ഫ്യൂച്ചർ ടൈമിൽ മാത്രമേ ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് പാസ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ട്, ഒന്നുകിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ടൈമിലായിരിക്കും ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുന്നത്. അതാണ് എഗ്രിമെൻറ്റ് ടു സെൽ. When it comes to the second point, if the goods are destroyed after the agreement, the loss falls on the buyer even though the goods are within the possession of the seller. എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഗുഡ്സ് ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഗുഡ്സിൻ്റെ പൊസഷൻ സെല്ലറുടെ അടുത്താണെങ്കിൽ പോലും ബയ്യർ ആ ഒരു ലോസ് ബയ്യറിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ആ ഒരു ലോസ്. ഓക്കെ, ദാറ്റ് മീൻസ് ബയ്യർ അത് സഫർ ചെയ്തിരിക്കണം. ഓക്കെ, എഗ്രിമെൻറ്റ് സെയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. സെയിലിൽ എഗ്രിമെൻറ്റ് ഫോം ചെയ്തതിന് ശേഷം ഗുഡ്സ് ഏതെങ്കിലും കാരണവശാൽ ഡിസ്ട്രോ ആയി പോയിട്ടുണ്ടെങ്കിൽ, നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലോസ് എന്ന് പറയുന്നത് ബയ്യർ വഹിച്ചോണം. ഓക്കെ, അതാണ് സെയിലിൽ. അതേസമയം എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഇവിടെ നമ്മൾ ഒരു സാധനം സെല്ലർ ആ ഒരു സാധനം വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വിറ്റ് കഴിഞ്ഞതിന് ശേഷം ബയ്യർ ആ സാധനം വാങ്ങിക്കൊണ്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പം ബയ്യർ വാങ്ങിക്കൊണ്ട് പോയില്ല എന്ന് കരുതി സെല്ലറിന് ആ ഒരു നഷ്ടം വഹിക്കേണ്ടതായിട്ടില്ല. കാരണം സെയിൽ നടത്തിയതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബിയുടെ അടുത്ത് സമീപിക്കുന്നു. അതായത് എക്ക് 50 km/h സ്പീഡിൽ പോകുന്ന ഒരു കുതിരയെ വേണം. ഓക്കെ, ബി അപ്പോൾ പറയുന്നു ഓക്കെ ഇതിന് 20,000 തരുകയാണെങ്കിൽ ഈ ഒരു കുതിരയെ തരാമെന്ന് പറയുന്നു. അങ്ങനെ എഗ്രിമെൻറ്റ് ഫോം ചെയ്തു. ബയ്യർ പൈസ കൊടുത്തതിന് ശേഷം കുതിരയെ പിറ്റേ ദിവസം കൊണ്ടുപോയിക്കോളാമെന്ന് പറയുകയും ചെയ്തു. ഇനി ആ ഒരു കുതിരയെന്ന് പറയുന്നത് ബിയുടെ സ്വന്തമല്ല. ഓക്കെ, സെയിൽ നടന്നു കഴിഞ്ഞതാണ്. അപ്പോൾ പിറ്റേ ദിവസം എ ബിയുടെ അടുത്ത് ചെല്ലുമ്പോൾ കുതിരയെ കൊണ്ടുപോകാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് കുതിര ചത്ത് കിടക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ നഷ്ടം ആരായിരിക്കണം വഹിക്കേണ്ടുന്നത്? എ തന്നെ വഹിക്കണം. അതാണ് സെയിലിൽ പറയുന്നത്. In sale, if the goods are destroyed after the agreement, the loss falls on the buyer even though the goods are within the possession of the seller. In the case of agreement,
if the goods are destroyed after the agreement to sell, the loss as a rule falls on the seller. ഓക്കെ, അപ്പോൾ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഇവിടെ ആ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ എ വന്ന് ബിയോട് പറയുന്നു എനിക്ക് കുതിര വേണമെന്നും ഒരു കുതിരയെ കാണിച്ചിട്ട് ബി പറയുന്നു ആ കുതിര നിനക്ക് തരാമെന്നും പറയുന്നു. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരാഴ്ച കഴിഞ്ഞ് അപ്പം എ പറയുന്നു ഞാൻ 1 വീക്ക് കഴിഞ്ഞ് ക്യാഷായിട്ട് വരാം എന്നെല്ലാം പറഞ്ഞ് കുതിരയെ നോക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം കുതിരയെ വാങ്ങിക്കുക അവിടെ ചെല്ലുമ്പോൾ കുതിര ചത്തുപോയി. ഇവിടുത്തെ നഷ്ടം ആര് വഹിക്കണം? ഇനി ബി തന്നെ വഹിക്കണം, ദാറ്റ് ഈസ് സെല്ലർ. ഇഫ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ് ആഫ്റ്റർ ദ എഗ്രിമെൻറ്റ് ടു സെൽ, ദ ലോസ് ആസ് എ റൂൾ falls on the seller. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് ഡിഫറൻസ് ഇൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. ഇൻ സെയിൽ, എ സെയിൽ ഈസ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. സെയിലിൽ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റാണ്, അതായത് ആ ഒരു കോൺട്രാക്റ്റ് നടന്നു കഴിഞ്ഞതാണ്. വെൻ ഇറ്റ്സ് കംസ് ടു ദ എഗ്രിമെൻറ്റ് ടു സെൽ, ഇറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. അതായത് ഫ്യൂച്ചർ ഡേറ്റിലാണ് സെയിൽ നടക്കുന്നത്, സോ അതുകൊണ്ട് നടക്കാനുള്ളതാണ്. സോ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റാണ് എഗ്രിമെൻറ്റ് ടു സെല്ല്. അതാണ് തേർഡ് ഡിഫറൻസ്. ഇനി ഫോർത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻ സെയിൽ, if the buyer becomes insolvent before he pays for the goods, the seller can claim rateable dividend for the price due. ഫോർത്ത് ഡിഫറൻസിൽ സെയിലിലാണെങ്കിൽ ബയ്യർ ഇൻസോൾവൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നതിന് മുൻപേ തന്നെ ബയ്യർ ഇൻസോൾവൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ സെല്ലറിന് ഒരു റേറ്റബിൾ ഡിവിഡൻറ്റ് പ്രൈസ് മാത്രമേ അദ്ദേഹത്തിൽ നിന്നും ഈടാക്കാൻ സാധിക്കുള്ളൂ. അതേസമയം എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ബയ്യർ ഇൻസോൾവൻ്റ് ആകുകയാണെങ്കിൽ സെല്ലറിന് ആ ഒരു ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. അദ്ദേഹം പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സെല്ലറ് ബയ്യറിന് ആ ഒരു ഗുഡ്സ് ഡെലിവർ ചെയ്യേണ്ടുന്നത് ആവശ്യമായിട്ട് വരില്ല. അതേസമയം സെയിലിലാണെങ്കിൽ ബയ്യർ ഇൻസോൾവൻ്റ് ആവുകയാണെങ്കിൽ ഒരു റേറ്റബിൾ പ്രൈസ് മാത്രമേ ബയ്യറിൻ്റെ അടുത്ത് നിന്നും സെല്ലറിന് ഈടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയുമാണ് സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലും തമ്മിലുള്ള പ്രധാന ഡിഫറൻസസ്. ഇത് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് സെയിലിൽ ഓണർഷിപ്പ് ബയ്യറിന് ട്രാൻസ്ഫർ ആവുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കോൺട്രാക്റ്റ് ആയതിനു ശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ ബയ്യറിന് ആ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നു. അതേസമയം എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും ഓണർഷിപ്പ് ബയ്യറിന് ലഭിക്കുന്നത്. അതായത് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുകയുള്ളൂ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ. ഇനി സെയിലിൽ അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, സെയിൽ നടന്നതിന് ശേഷം ഗുഡ്സിന് ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബയ്യർ തന്നെ സഹിക്കേണ്ടതായിട്ട് വരുന്നു. ഇവിടെ സെല്ലറിൻ്റെ അടുത്താണ് ആ ഗുഡ്സിൻ്റെ പൊസഷൻ ഉണ്ടെങ്കിൽ പോലും ബയ്യർ തന്നെ അതിൻ്റെ നഷ്ടങ്ങൾ എന്തോ ആയാലും സഹിക്കേണ്ടതായിട്ട് വരുന്നു. അത് സെയിലിൽ. ഇനി എഗ്രിമെൻറ്റ് ടു സെല്ലിലാണെന്നുണ്ടെങ്കിൽ ഗുഡ്സിന് എന്തെങ്കിലും നാശം സംഭവിക്കുകയാണെങ്കിൽ അത് സെല്ലറായിരിക്കണം അതിൻ്റെ നഷ്ടങ്ങൾ സഹിക്കേണ്ടുന്നത്. ഓക്കെ, ഇനി സെയിലെന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റാണ്. ഇനി എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സിക്യൂട്ടറി കോൺട്രാക്റ്റാണ്. അത് ഇനി ഫ്യൂച്ചറിൽ നടക്കേണ്ടുന്നതാണ്. അടുത്ത ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ബയ്യർ ഇൻസോൾവൻ്റ് ആവുകയാണെങ്കിൽ, അതായത് ആ ഒരു ഗുഡ്സിൻ്റെ പൈസ കൊടുക്കുന്നതിന് പേയ്മെൻറ്റ് നടത്തുന്നതിന് മുൻപേ തന്നെ ബയ്യർ ഇൻസോൾവൻ്റ് ആവുകയാണെങ്കിൽ സെല്ലറിന് ബയ്യറിൻ്റെ അടുത്ത് നിന്നും ഒരു റേറ്റബിൾ ഡിവിഡൻറ്റ് മാത്രമേ പ്രൈസായിട്ട് ഈടാക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം 50,000 രൂപയാണ് ഒരു ഗുഡ്സിൻ്റെ പ്രൈസായിട്ട് ബയ്യർ കൊടുക്കേണ്ടുന്നതെങ്കിൽ അയാൾ അതിന് മുൻപേ ഇൻസോൾവൻ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു റേറ്റബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ സെല്ലറിന് ഈടാക്കാൻ സാധിക്കുള്ളൂ. അതേസമയം എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ബയ്യർ ഇൻസോൾവൻ്റ് ആവുകയാണെങ്കിൽ സെല്ലറിന് ആ ഒരു ഗുഡ്സ് കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
ഇത്രയുമാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ.